ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഉയർപ്പ് തിരുനാളിന് ഒരുക്കമായ ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മളൊരു മലമുകളിലേക്ക് പ്രവേശിച്ചു. തമ്പുരാനോടൊപ്പം ആയിരുന്ന ആ ദൈവാനുഭവത്തിൻ്റെ തലത്തിൽ തന്നെ ആയിരുന്നുകൊണ്ട് മറ്റൊരു വിശ്വാസത്തിൻ്റെ കാഴ്ചയിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് കർത്താവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യത്തിലേക്ക് സാവധാനം എത്തുക. ലോകത്തിൻ്റെ വ്യഗ്രതകളും തിരക്കുകളും എല്ലാം മാറ്റിവെച്ച് നമ്മളെ അലോസരപ്പെടുത്തുന്ന എല്ലാ ദുരനുഭവങ്ങളും, നമ്മളെ ഒരുപക്ഷെ ഭാരപ്പെടുത്തുന്ന ചിന്തകളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ശാന്തമായിട്ട് വചന ശ്രവണത്തിന് വേണ്ടി ഒരുങ്ങാം. നല്ല ദൈവമേ, തിരുസന്നിധിയിൽ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ അറിയുന്ന, കരുതുന്ന, സ്നേഹിക്കുന്ന നിൻ്റെ കൃപയുടെ തണലിലേക്ക് ഞങ്ങളിതാ കടന്നു വരുന്നു. ഞങ്ങളെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നിൻ്റെ വലിയ സ്നേഹത്തിൽ ഞങ്ങളെ ചേർത്ത് നിർത്തിയാലും ആഴമായൊരു വിശ്വാസത്തിൻ്റെ കാഴ്ചയിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം കാഴ്ചയാണ് എന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിശ്വാസമെന്ന മഹാദാനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നീ ഞങ്ങൾക്ക് മാമോദീസായിലൂടെ പകർന്നു തന്ന വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ, സഭയുടെ മകനായി മകളായി പിറന്ന് ജീവിക്കുവാനുള്ള വലിയ ഭാഗ്യം, എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. നല്ല ദൈവമേ, നിൻ്റെ വചനത്തിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിൻ്റെ കൃപയിലൂടെ ഞങ്ങളെ നയിക്കണമേ. നിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് ശരിയായ കാഴ്ച ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, മാർത്തോമാ ശ്ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിലും മർക്കോസ് 10-ാം അധ്യായത്തിലും മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിലും വലിയ വ്യത്യാസങ്ങൾ കൂടാതെ പ്രതിപാദിക്കുന്ന ഒരു വിഷയമാണ് ജെറീക്കോയിലെ അന്ധന് കാഴ്ച കിട്ടുന്ന സംഭവം. ഈശോ ജെറീക്കോയിലൂടെ കടന്നു പോകുന്ന വഴിയിൽ വഴിയരികിലൊരു അന്ധനുണ്ടായിരുന്നു. അത് മർക്കോസ് 10-ാം അധ്യായത്തിലും 18-ാം അധ്യായത്തിലും വഴിയരികിൽ ഇരുന്ന അന്ധൻ ബെർത്തുമിയൂസ് എന്ന വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. തിമയൂസിൻ്റെ പുത്രൻ എന്നാണ് അർത്ഥം. ഈശോ കടന്നു പോകുന്ന വഴിയിൽ അവൻ ഇരുന്നു കൊണ്ട് കടന്നു പോകുന്ന ഗുരുവിനെ, കർത്താവെ പാപിയാ എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. പാപിയാ എന്നിൽ കനിയണമേ എന്നുള്ള ആവർത്തിച്ചുള്ള നിലവിളി അവിടെ മുഴങ്ങുമ്പോൾ ആരും അവനെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഒരാൾ മാത്രം അതറിയുന്നുണ്ട്, അത് മെശിഹായാണ്. കൂടെയുള്ളവരൊക്കെ ഈ ബഹളം ഉണ്ടാക്കുന്നവനോട് മിണ്ടാതിരിക്കാൻ, നിശബ്ദനായിരിക്കാൻ പറയുകയാണ്. പക്ഷെ ഈശോ അവൻ്റെ നിലവിളി അവൻ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്നിട്ട് അവരോട് പറഞ്ഞു, അവനെ ഇങ്ങോട്ട് വിളിക്കുക. അവർ തന്നെ അവനെ വിളിച്ചു. ജനക്കൂട്ടം, തിക്കിത്തിരക്കി പോകുന്ന ജനക്കൂട്ടത്തിൽ കർത്താവ് അവൻ്റെ സ്വരം കേട്ടിട്ട് അവന് വേണ്ടി നിന്നു. എന്നിട്ട് അന്ധനോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം. അപ്പോൾ ഈശോ കൊടുക്കുന്ന മറുപടി, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച കിട്ടി. അവൻ ഈശോയെ അനുഗമിച്ചു, വഴിയെ അനുഗമിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ശിഷ്യനായി മാറിയെന്നാണ് അർത്ഥം. ഈശോ പല ആളുകളെ സൗഖ്യപ്പെടുത്തുകയും പലർക്കും അത്ഭുതകരമായ രോഗശാന്തി നൽകുകയൊക്കെ ചെയ്തിട്ടും എല്ലാവരും വന്ന് ഈശോയെ അനുഗമിക്കുവാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ചിലരൊക്കെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ചെങ്കിൽ പോലും വരണ്ട എന്ന് പറഞ്ഞ് ഈശോ വീട്ടിലേക്ക് തിരിച്ചു വിട്ടു. പക്ഷേ ഈ അന്ധനായ മനുഷ്യന് ഈശോയെ വഴിയെ അനുഗമിച്ചു. ഈശോ അവനെ തടഞ്ഞില്ലെന്ന് മാത്രമല്ല, അവനെ തൻ്റെ ശിഷ്യഗണത്തിൽ ചേർത്തുകൊണ്ട് അവൻ തന്നോടൊപ്പം യാത്ര ചെയ്യുന്നതിന് അനുവാദം കൊടുത്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ ശിഷ്യത്വത്തിലേക്ക് വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവസാന്നിധ്യം അനുഭവിച്ച് ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചവൻ പുതിയ മനുഷ്യനായി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നവൻ ഒരു ദൗത്യം സ്വീകരിച്ചുകൊണ്ട് അവനെ അനുഗമിക്കുകയാണ്. അവൻ വിശ്വാസിയായി മാറുന്നു. ഇതാണ് ഈ പ്രധാനപ്പെട്ട ചിന്തയുടെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ വഴിയരികിൽ നിന്നും വഴിയിലേക്ക് വരുന്നവൻ അവനാണ് ശിഷ്യൻ. വഴിയരികിൻ്റെ അന്ധതയുടെ മേഖലയിൽ
പാപത്തിൻ്റെ മേഖലയിൽ, തകർച്ചയുടെ മേഖലയിൽ, തളർച്ചയുടെ മേഖലയിൽ അവിടെ നിന്നും മാറി വരുന്ന മനുഷ്യൻ. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ജെറീക്കോയിലാണ് സംഭവിക്കുന്നത്. ജെറീക്കോ പഴയ നിയമത്തിൽ പലപ്പോഴും പ്രതിപാദിക്കപ്പെടുന്ന സ്ഥലമാണ്. ജെറീക്കോ ഒരു വിജാതീയ പട്ടണമാണ്. ചുറ്റുമതിലുകളുള്ള വിജാതീയ പട്ടണമാണ് ജെറീക്കോ. അപ്പോൾ ജെറീക്കോ പട്ടണം പിടിച്ചടക്കുവാൻ വേണ്ടിയിട്ട് ജോഷുവയുടെ നേതൃത്വത്തിലുള്ള ഒരു സമൂഹം പുരോഹിതന്മാരോട് ചേർന്നുകൊണ്ട് 7 വട്ടം വലം വെച്ചുകൊണ്ട് കർത്താവ് ആവശ്യപ്പെട്ട പ്രകാരം കാഹളമൂതുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ജോഷുവയുടെ പുസ്തകത്തിൽ. ജെറീക്കോ അതിൻ്റെ ചുറ്റുമതിലുകൾ കൊണ്ട് ശക്തമായ ഒരു കോട്ട കെട്ടി സംരക്ഷിക്കപ്പെട്ട സ്ഥലമാണ്. വലിയ ചുറ്റുമതിലുകളാണ്. ഏതാണ്ട് 4 മീറ്ററോളം കനവും അതുപോലെ തന്നെ ഒരു 12 മീറ്റർ ഉയരവുമുള്ള വലിയ മതിലുകൾ കൊണ്ട് അങ്ങനെ സുരക്ഷിതമായ കോട്ടകളാൽ സംരക്ഷിക്കപ്പെട്ട പട്ടണമാണെങ്കിലും ദൈവത്തിൻ്റെ ഹിതം അറിയിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ 7 വട്ടം കാഹളമൂതിക്കൊണ്ട് വലം വെച്ചപ്പോൾ ആ മതിലുകളൊക്കെ ഇടിഞ്ഞു വീണു. ഇതൊരു പ്രതീകാത്മകമായ അർത്ഥം കൂടി തരുന്നുണ്ട്. ദൈവത്തിനല്ലാതെ മറ്റാർക്കും സുരക്ഷിതത്വം നൽകാൻ പറ്റുകയില്ല. എത്ര വലിയ കോട്ടമതിലുകളാണെങ്കിലും എല്ലാ അശാന്തിയുടെ മതിലുകളും എല്ലാ തിന്മയുടെ ബന്ധനങ്ങളും അഴിഞ്ഞു വീഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ. വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ മുമ്പേ നടക്കുന്നു. കാഹളമൂതിക്കൊണ്ട് ജനം ഒരുമിച്ച് വലം വെക്കുമ്പോഴിതാ അവിടെ ഇതിൻ്റെ ചുറ്റുമതിലുകളെല്ലാം പൊളിഞ്ഞു വീഴുന്ന സംഭവം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളെ വലിയൊരു ആഴമായ ചിന്തയിലേക്ക് നയിക്കണം. ജെറീക്കോ അത്ഭുതങ്ങൾ നടന്ന ഒരു സ്ഥലമാണ്. വിശ്വാസത്തിൻ്റെ അത്ഭുതങ്ങൾ നടന്ന സ്ഥലമാണ്. വിശ്വാസത്തോടുകൂടി കർത്താവ് അറിയിച്ച പ്രകാരം പ്രവർത്തിച്ചപ്പോൾ അടയാളങ്ങൾ വെളിപ്പെടുത്തപ്പെട്ട ഒരിടമാണ്. ഇങ്ങനെയുള്ള ഒരു ജെറീക്കോയിൽ തന്നെയാണ് ഈശോ ഇതാ കടന്നു പോകുന്നു. അവിടെ ഒത്തിരി അശാന്തിയുടെ മതിലുകൾ ഇപ്പോഴും ഉണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്ധൻ്റെ ജീവിതത്തിലും അങ്ങനെയുണ്ടെന്ന് വിചാരിക്കാം. തൻ്റെ ചുറ്റുപാടും തിങ്ങിക്കൂടുന്ന ജനമൊക്കെ പലതരത്തിലും പ്രക്ഷുബ്ധരാണ്, അശാന്തിയുള്ളവരാണ്, അസ്വസ്ഥത പേർന്നവരാണ്, പാപകരമായ അവസ്ഥയിലൊക്കെ ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരുടെ നടുവിലൂടെ ഇതാ കർത്താവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം കടന്നു വരുന്നു. അന്ധൻ ഒരു പ്രതീകാത്മകമായ ഒരു അടയാളമായിട്ട് കൂടി അവിടെ നിലകൊള്ളുകയാണ്. അയാളൊരു പ്രതിനിധി കൂടിയാണ്, ജനത്തിൻ്റെ പ്രതിനിധിയാണ്, തകർന്നുപോയൊരു മനുഷ്യൻ്റെ പ്രതിനിധിയാണ്. അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന ഈ അന്ധന് കർത്താവ് വിശ്വാസത്തിൻ്റെ കാഴ്ച കൊടുക്കുന്നുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ എവിടെയായിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ ദീപ്തി കെട്ടുപോയോ? എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണമെന്നാണ് ഈ അന്ധൻ പറയുന്നത്. കർത്താവ് എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കാഴ്ച ഉണ്ടായിരുന്നു, പിറവിക്കുരുടനല്ലായിരുന്നു. ഒരിക്കൽ കാഴ്ച ഉണ്ടായിരുന്ന കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ഈ കാഴ്ച എന്ന് പറയുന്നത് കണ്ണുകളുടെ കാഴ്ച മാത്രമായിട്ട് നമ്മൾ ചുരുക്കി കാണാൻ പാടില്ല. ഇതിന് പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. വിശ്വാസത്തിൻ്റെ വെളിച്ചം എന്നൊരു അർത്ഥമുണ്ട്. വിശ്വാസം നഷ്ടപ്പെട്ട ഒരു അന്ധത എന്നൊരു അർത്ഥമുണ്ട്. അതുകൊണ്ട് അയാൾക്കുണ്ടായിരുന്ന ആ വിശ്വാസത്തിൻ്റെ ദീപ്തി നഷ്ടപ്പെട്ടു പോയി എന്ന് വേണമെങ്കിൽ ചിന്തിക്കാൻ പറ്റും. നമ്മളൊക്കെ മാമോദീസായിൽ സ്വീകരിച്ച വിശ്വാസത്തിൻ്റെ വെളിച്ചം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ സ്വീകരിച്ചുകൊണ്ട് സഭയുടെ മകളായി ഈശോമിശിഹായെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് നമ്മൾക്ക് പിന്നീട് വളർച്ചയുടെ വഴികളിൽ വിപരീതാനുഭവങ്ങളും പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ വിശ്വാസം മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, വിശ്വാസം കെട്ടണഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഊതിത്തെളിച്ചെടുക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരവസരമാണ് വലിയാഴ്ചയിലെ ഈ ധ്യാനദിനങ്ങൾ. എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. അന്ധനെ പോലെ നമ്മൾ പറയണം, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് മകളെ നീ ആഗ്രഹിക്കുന്നത്? ഈശോ നമ്മോടിപ്പോൾ ചോദിക്കുന്നുണ്ട്. കർത്താവ് എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. അയാളത് പറഞ്ഞില്ലെങ്കിൽ കർത്താവ് അവിടെ സൗഖ്യം കൊടുക്കുകയില്ല. കർത്താവ് എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. അങ്ങനെ കാഴ്ച വീണ്ടും കിട്ടണമെന്നുള്ള ആ ഒരു വലിയ പ്രാർത്ഥനയും കണ്ണുനീരും നമുക്ക് വേണം. എനിക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷം, എനിക്ക് നഷ്ടപ്പെട്ടു പോയ കൃപ, എനിക്ക് കൈമോശം വന്നു പോയ ജീവിതത്തിൻ്റെ നന്മകൾ, ഇതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടണം. ഇന്നെല്ലാം ഉണ്ടെന്ന് പറയുമ്പോഴും ഒന്നുമില്ലാത്തൊരവസ്ഥ എനിക്കുണ്ട്. പലതുകൊണ്ടും ഞാൻ തകർന്നു പോയിരിക്കുകയാണ്. വെളിച്ചമില്ലാത്തൊരവസ്ഥയിൽ ഒരുതരം ഇരുട്ട് എന്നെ വല്ലാതെ വലയം വെക്കുന്നുണ്ട്. എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല. കുടുംബത്തിലാണെങ്കിൽ പ്രശ്നങ്ങൾ ഒന്നിനുമേലൊന്നായിട്ട്, ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ അകന്ന് ജീവിക്കുന്ന അവസ്ഥയുണ്ട്. അതല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാൻ പലപ്പോഴും പറ്റുന്നില്ല. മക്കളുടെയൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു വളർച്ച കാണുന്നില്ല. പലപ്പോഴും അനുസരണയില്ലാത്ത മക്കൾ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. സഹോദരന്മാർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്ന ഒരു പാപത്തിൻ്റെ ഇരുട്ടുണ്ട്. സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നതാണ് കേട്ടോ ഇരുട്ട്. സ്നേഹത്തിൻ്റെ പ്രകാശം കെട്ടുപോകുന്നതിൻ്റെ പേരാണ് അന്ധകാരം എന്ന് പറയുന്നത്.
അപ്പം സ്നേഹത്തിൻ്റെ പ്രകാശം വീട്ടിൽ, കുടുംബ മണ്ണിൽ കെട്ടുപോകുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നുണ്ട്. എന്തുമാത്രം കുടുംബങ്ങൾ കണ്ണുനീരിൽ കുതിർന്നു പോകുന്നുണ്ട്. അവിടെ എല്ലാം ഒരു ഇരുട്ടാണ്. വെളിച്ചം തെളിച്ചു വെച്ചാൽ പോലും, എന്തുമാത്രം പ്രകാശമുള്ള ട്യൂബുകൾ അവിടെ കത്തിയാലും ഉള്ളിൽ പ്രകാശമില്ലാതെ വരുന്നത് കൊണ്ട്, സ്നേഹത്തിൻ്റെ പ്രകാശം കെട്ടുപോകുന്നത് കൊണ്ട് ആർക്കും ആരെയും വേണ്ടത്ര തിരിച്ചറിയാൻ പറ്റുന്നില്ല, പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പരസ്പരം അംഗീകരിക്കാൻ പറ്റുന്നില്ല. കുറ്റപ്പെടുത്തുന്ന ഒരു അസ്വസ്ഥതയുണ്ട് അവിടെ. പാപകരമായ കുറ്റപ്പെടുത്തൽ. ആദിമ പറുദീസായിൽ എന്താ സംഭവിച്ചത്? ആദിമ പറുദീസായിൽ ദൈവത്തോടൊപ്പമായിരുന്ന മനുഷ്യൻ, ദൈവസാന്നിധ്യം അനുഭവിച്ചിരുന്ന മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് ദൈവത്തിനെതിരെ തിരിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടു പോയി ആ സ്നേഹത്തിൻ്റെ വെളിച്ചം. നഷ്ടപ്പെട്ടു പോയി ആ സ്നേഹത്തിൻ്റെ വെളിച്ചം. ഒരു ഇലമറവിലേക്ക് അയാൾ പോയി ഒളിച്ചിരിക്കാൻ ശ്രമിക്കുകയാണ്. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന് പുറം തിരിഞ്ഞപ്പോൾ, സ്നേഹത്തിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടപ്പോൾ, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടപ്പോൾ ദൈവസാന്നിധ്യം ഒരു ഭയപ്പാടായി മാറുന്നു. അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം യാത്ര ചെയ്തിരുമായിരുന്നു, അല്ലേ? ഉലാത്തുന്ന സ്വരം കേട്ടു. ദൈവം ഉലാത്തുന്ന സ്വരം കേൾക്കുമ്പം ഭയമാണ്. ഇന്നലെ വരെ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ പാപത്തിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു? ദൈവത്തോടൊപ്പം മക്കളെപ്പോലെ കൈപിടിച്ച് നടന്നിരുന്നവരാണ് അവരെന്ന് ഓർക്കണം. ദൈവത്തോടൊപ്പം സ്വന്തം അപ്പനും മക്കളും പോലെ നടന്നവരാണ്. പക്ഷെ പാപം ചെയ്തപ്പോൾ, ആ വെളിച്ചം നഷ്ടപ്പെട്ടപ്പോൾ ഭയം ജനിച്ചു, വെറുപ്പുണ്ടായി, എല്ലാത്തിനോടും പ്രതികാര ചിന്തയുണ്ടായി, ഒന്നിനെയും കാണാൻ ഇഷ്ടമില്ല, മറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വീടുകളിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇങ്ങനെയുള്ള അനാവശ്യമായ ഭയവും ഭീതിയും വെറുപ്പും വിരോധവും ഒക്കെ ഉണ്ടെങ്കിൽ പാപത്തിൻ്റെ ഇരുട്ട് അവിടെ വ്യാപിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ദൈവത്തിന് നമ്മൾ പുറം തിരിഞ്ഞിട്ടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ആദിമ പറുദീസായിൽ ആദത്തിൻ്റെയും ഹൗവയുടെയും ജീവിതത്തിൽ സംഭവിച്ച അതിൻ്റെ ആ പാപാവസ്ഥയുടെ തനി ആവർത്തനങ്ങൾ നമ്മളെ പാപത്തിൻ്റെ ഇരുട്ടിലേക്ക് തള്ളിയിട്ടിട്ടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഇലമറവിൽ ഒളിച്ചിരിക്കുന്നവനോട് ദൈവം ചോദിച്ചു, ആദം നീ എവിടെ? ആദം നീ എവിടെ? കർത്താവെ, ഞാൻ പാപിയാണ്, എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് ആദം പറഞ്ഞില്ല. ജെറീക്കോയിലെ അന്ധൻ വിളിച്ചു പറഞ്ഞു, കർത്താവെ, പാപിയാണ് ഞാൻ, എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ആദം അങ്ങനെ പറഞ്ഞില്ല. ആദം എന്താ പറഞ്ഞത്? ഞാൻ നഗ്നനായിരുന്നത് കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഞാൻ നഗ്നനായതുകൊണ്ടാണ് ഞാനിവിടെ ഒളിച്ചിരിക്കുന്നത്. കഴിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ പഴം നീ പറിച്ചു കഴിച്ചോ എന്ന് ചോദിക്കുമ്പം ആദം മറുപടി പറയുന്നത്, നീ കൂട്ടിന് തന്ന ഈ സ്ത്രീ എനിക്ക് അത് തന്നു എന്നാണ്. ആദ്യമായിട്ട് അയാൾ അവളുടെ നെഞ്ചിനു നേർക്ക് വിരൽ ചൂണ്ടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ വരെ, പാപത്തിന് മുമ്പ് വരെ, പാപത്തിന് മുമ്പുള്ള അവസ്ഥ വരെ ഒരുമിച്ച് പങ്കിട്ട് ജീവിച്ചവർ, നീ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയാണ്, മാംസത്തിൻ്റെ മാംസമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ കണ്ടിരുന്നവർ, അത്രമാത്രം ഹൃദയം ചേർത്ത് വെച്ച് ജീവിച്ചവർ, പാപം ചെയ്തു കഴിഞ്ഞപ്പം ദൈവത്തിൻ്റെ പ്രകാശത്തിന്, ദൈവത്തിൻ്റെ സ്നേഹപ്രകാശത്തിന് പുറം തിരിഞ്ഞപ്പോൾ ദൈവത്തോട് മാത്രമല്ല അകന്നത്, ജീവിത പങ്കാളിയോടകന്നു, മനുഷ്യരോടകന്നു, എല്ലാവരോടും അകന്നു. അവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നു, നീയാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ, നീയാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരി. അപ്പം അവളെന്ത് പറയുന്നു? പാമ്പാണ് എന്നെ ചതിച്ചത്, എന്നെ വഞ്ചിച്ചത്. അപ്പം കുറ്റം ആരും ഏറ്റെടുക്കാതെ, കർത്താവെ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഇവനാണ്, ഇവളാണ് കുറ്റക്കാരി, ഇവരാണ് പാപികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നേരെ വിധിവാചകങ്ങൾ ഉച്ചരിക്കുന്ന ഒരു ദുരവസ്ഥയിലേക്കും ഗതികേടിലേക്കും അവൾ ഒക്കെ എത്തിച്ചേരുന്നു. ഇത് പാപത്തിൻ്റെ അവസ്ഥയാണ്. ഇതൊരു ഇരുട്ടാണ്, കാണാൻ പറ്റുന്നില്ല, വെളിച്ചമില്ല. അങ്ങനെയാണ് അവർ ശിക്ഷിതരാകുന്നതെന്ന് ഓർത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, വെളിച്ചം നഷ്ടപ്പെടുന്ന ഈ ദുരവസ്ഥയിലാണ് കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരുന്നത്. ഈ ധ്യാനത്തിൻ്റെ അനുഗ്രഹീതമായ 2-ാം ദിനത്തിൽ കർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരാൻ, കർത്താവെ, പാപിയായ എന്നോട് കരുണ കാണിക്കണമേ എന്ന് നമുക്ക് ജെറീക്കോയിലെ അന്ധനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം. കർത്താവെ, എന്നിൽ കനിയണമേ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ കനിയണമേ, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ കനിയണമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങൾ പാപികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിലേക്ക് തിരിയാനായിട്ട് നമുക്ക് പറ്റണം. അങ്ങനെ തിരിയുമ്പോൾ കർത്താവ് പറയും, മകനെ, മകളെ, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പം നമ്മൾ പറയണം, കർത്താവെ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം, വിശ്വാസത്തിൻ്റെ കാഴ്ച എനിക്ക് വീണ്ടും കിട്ടണം. അപ്പം വിശ്വാസത്തിൻ്റെ കാഴ്ച എനിക്ക് വീണ്ടും കിട്ടണമെന്നുള്ള ആ തീക്ഷ്ണമായ ദാഹവും ആഗ്രഹവും പ്രാർത്ഥനയും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കുണ്ടായിരുന്ന ആ സന്തോഷം, നേരത്തെ ഉണ്ടായിരുന്ന സന്തോഷം ഇപ്പോൾ എവിടെ പോയി? പണ്ടുണ്ടായിരുന്ന ആനന്ദം എവിടെ പോയി? ആ സ്നേഹത്തിൻ്റെ ശോഭ ഇപ്പോൾ എവിടെ പോയി? ആ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ എവിടെ പോയി?
കരുതലുകൾ എവിടെ പോയി? അവരിനോടുള്ള സ്നേഹവും കൂട്ടായ്മയും എവിടെ പോയി? ഇത് വാസ്തവത്തിൽ നമ്മളെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ കാഴ്ചയിലേക്ക് കർത്താവെ എന്നെ നയിക്കണമേ എന്ന് തീഷ്ണമായി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കണം. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ബൈബിളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കാണുക എന്നതിൻ്റെ അർത്ഥം. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. എപ്പോഴാണ് പറയുന്നത്? കർത്താവ് പറയുന്നു, മർത്തയോട് പറയുന്നൊരു കാര്യമാണ്. മർത്തയും മറിയവുമുണ്ട്. സഹോദരൻ ലാസർ മരിച്ചിട്ട് 4 ദിനങ്ങളായി അഴുകിക്കാണുമെന്നൊക്കെ പറഞ്ഞപ്പം കർത്താവ് പറയുന്നൊരു കാര്യമാണ്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. അപ്പം വിശ്വസിക്കുന്നവർക്കാണ് കാഴ്ച കിട്ടുന്നത്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ് അർത്ഥം. നഥാനിയേലിനോട് കർത്താവ് പറയുന്നുണ്ട്, ഇതിനേക്കാൾ വലിയ കാര്യങ്ങളും നീ കാണും നീ വിശ്വസിച്ചാൽ. ലൂക്കാസ് വിശേഷം 2-ാം അധ്യായം 31-ാമത്തെ വാക്യമൊക്കെ ശമയോൻ വിശ്വാസത്തോടു കൂടി രക്ഷകനെ ഉണ്ണി മിശിഹായെ കരങ്ങളിൽ വഹിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? സകല ലോകത്തിനും വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷ ഇതാ എൻ്റെ കരങ്ങളിൽ. രക്ഷ കണ്ടു കഴിയുകയാണ്. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് കാഴ്ച കിട്ടും. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ കാഴ്ചയിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. കർത്താവ് ഈ കാഴ്ചയിലേക്ക് നമ്മളെ നയിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ നമ്മൾ കാണുന്ന മറ്റൊരു സംഭവമുണ്ട്, ഒരു അന്ധന് കാഴ്ച കിട്ടുന്ന സംഭവം. അന്ധന് കാഴ്ച കൊടുക്കുന്ന വേള ഈശോ അവൻ്റെ മേൽ കൈവച്ചുകൊണ്ട് അവനോട് ചോദിക്കുന്നുണ്ട്. തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ മിഴികളിൽ പുരട്ടിയിട്ട് അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിക്കും, ഇപ്പോൾ നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? അപ്പോൾ അവൻ പറയുന്നൊരു കാര്യമുണ്ട്, കാണുന്നുണ്ട്, പക്ഷേ ഞാൻ മനുഷ്യനെ മരങ്ങളെപ്പോലൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഈശോ വീണ്ടും അവൻ്റെ മേൽ കരങ്ങൾ വെച്ചുകൊണ്ട് അവനെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ചുകൊണ്ട് അവന് പൂർണ്ണ സൗഖ്യം കൊടുത്തുകൊണ്ട് അവനെ വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ട് പറയും, ഇപ്പോൾ നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? അപ്പോൾ അവൻ പറയും, ഇപ്പോഴെല്ലാം വ്യക്തമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആദ്യത്തെ ഒരു തിമിരക്കാഴ്ചയാണ്. വിശ്വാസത്തിലേക്ക് വേണ്ടത്ര കടന്നു വരാത്ത, സ്നേഹത്തിൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ട ഒരു കാഴ്ചയാണത്, ഒരു തിമിരക്കാഴ്ച. അത് അന്ധതയുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ലതിന്. വിശ്വാസത്തിൻ്റെ ഒരു വളർച്ചയിലേക്കൊന്നും എത്തുന്നില്ലത്. വിശ്വാസം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഉണ്ട്, പക്ഷേ വിശ്വാസത്തിൻ്റെ തെളിച്ചമോ ശോഭയോ ഒന്നും എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. മനുഷ്യനെ മരങ്ങളെപ്പോലെ കാണുക എന്നൊക്കെ പറയുന്നതിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുക? മനുഷ്യനെ അവനായിരിക്കുന്ന അവസ്ഥയെ തിരിച്ചറിയാതെ ഒരു ഉപയോഗ വസ്തുവായി കാണുന്നത് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ മരങ്ങളെപ്പോലെ കാണുക എന്ന് പറയുന്നതാണ്. വെളിച്ചമില്ല, തിമിരക്കാഴ്ചകളാണ്. ഓരോരുത്തരെയും അവരായിരിക്കുന്ന അവസ്ഥയിൽ അവൻ്റെ വേദനകളോടുകൂടി ദുഃഖങ്ങളോടുകൂടി തിരിച്ചറിയാൻ പറ്റുക. അതാണ് യഥാർത്ഥ കാഴ്ച എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരെ എൻ്റെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിലോ അത് തിമിരക്കാഴ്ചയാണ്. വെറും ഉപയോഗ വസ്തുവായിട്ട് ഇതൊരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ, കൺസ്യൂമറിസത്തിൻ്റെ ഒരു തിക്കുമുട്ടൽ നിറഞ്ഞ ഒരു നാളാണ്. വല്ലാതെ ഈ കൺസ്യൂമറിസം നമ്മളെയൊക്കെ വേട്ടയാടുന്നുണ്ട് നമ്മളറിയാതെ. എല്ലാം ഒരു യൂസ് ആൻഡ് ത്രോ കൾച്ചറാണ്. ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഒരു സംസ്കാരം. അതൊരു തിന്മയുടെ സംസ്കാരമാണ്. ഉപയോഗിച്ച് വലിച്ചെറിയുന്ന സംസ്കാരം. പലപ്പോഴും വസ്തുക്കൾ മാത്രമല്ല, മനുഷ്യനെ കൂടി മനുഷ്യൻ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കുടുംബബന്ധങ്ങളിൽ പോലും ഇതുണ്ട്. എൻ്റെ സ്വന്തം സുഖത്തിന് വേണ്ടി, സ്വാർത്ഥ ചിന്തകൾക്ക് വേണ്ടി മാത്രം ജീവിത പങ്കാളിയെ കാണുന്ന ഒരു ദുരവസ്ഥ. എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം എൻ്റെ മാതാപിതാക്കളെ ആശ്രയിക്കുന്നൊരവസ്ഥ. എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി എൻ്റെ സഹോദരങ്ങളെ കാണുന്നൊരവസ്ഥ. എൻ്റെ ചുറ്റുപാടുമുള്ളവരെ എങ്ങനെയും കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മാത്രം കാണുന്നൊരവസ്ഥ. ഞാൻ ജോലി ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ അവരെന്നോടുള്ള കരുതലില്ലാതെ, കരുണയില്ലാതെ പ്രവർത്തിക്കുന്ന അവസ്ഥ. ഇതൊക്കെ ഇരുട്ടാണ്. മനുഷ്യനെ മരങ്ങളെപ്പോലെ കാണുക എന്ന് പറയുന്നതിൻ്റെ വ്യാഖ്യാനങ്ങളായിട്ട് കാണാൻ പറ്റും. മനുഷ്യനെ മരങ്ങളെപ്പോലെ കാണുന്നത് കാഴ്ചയല്ല, അത് തിമിരമാണ്. ഇതിൽ നിന്നും നമുക്ക് വിമോചനം ഉണ്ടാവണം പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ടാണ് നമുക്ക് സ്നേഹം നഷ്ടപ്പെട്ടത്? എന്തുകൊണ്ടാണ് നമുക്ക് സന്തോഷം നഷ്ടപ്പെട്ടത്? ഈ തിമിരക്കാഴ്ചകൾ ഇപ്പോഴും നമ്മളിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ കർത്താവിലേക്ക് തിരിയണം. ഈശോയിലേക്ക് തിരിയുമ്പോൾ കർത്താവെ കരുണയായിരിക്കണമേ എന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ തരും. വിശുദ്ധ എഫ്രേം, സഭാപിതാവായ എഫ്രേമൊക്കെ പറയുന്നുണ്ട്, ഈശോ അവന് കൊടുക്കുന്ന മറുപടി നിനക്ക് കാഴ്ചയുണ്ടാവട്ടെ എന്നല്ല, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്ന. അവൻ പറഞ്ഞത് കർത്താവെ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. പക്ഷെ കർത്താവ് കൊടുക്കുന്ന മറുപടി എന്നാ? നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ എന്നല്ല പറയുന്നത്, നിൻ്റെ വിശ്വാസം നിനക്ക് കാഴ്ച തന്നെന്നുമല്ല പറയുന്നത്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം വിശ്വാസം
രക്ഷയുടെ അനുഭവത്തിലേക്കാണ് അയാളെ നയിക്കുന്നത്. ഈ രക്ഷയാണ് യഥാർത്ഥ കാഴ്ച എന്ന് പറയുന്നത്. രക്ഷയുടെ അനുഭവത്തിലേക്കാണ് വിശ്വാസം നമ്മളെ എത്തിക്കുന്നത്. എൻ്റെ വിശ്വാസം എന്തുമാത്രം ദീപ്തമാണെന്നൊക്കെ ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സുവിശേഷത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ കാണുന്ന ഒരു പ്രമേയം, മത്തായിയിലും കാണുന്നൊരു കാര്യം അതാണ്. ഈ പ്രത്യേക വചനഭാഗത്തിന് തൊട്ട് മുമ്പായിട്ട് കാഴ്ച നഷ്ടപ്പെട്ട, കാഴ്ചയില്ലാത്ത 2 ശിഷ്യന്മാരെ അവതരിപ്പിക്കുന്നുണ്ട്. അതാരൊക്കെയാണെന്നറിയാമോ? സബദീപുത്രന്മാർ. അപ്പോൾ സബദീപുത്രന്മാർ മത്തായി സുവിശേഷം അനുസരിച്ചാണെങ്കിൽ അമ്മയോടുകൂടെ വന്ന് അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞു, ഈശോയോട് ചില കാര്യങ്ങൾ പറഞ്ഞു. മർക്കോസ് സുവിശേഷകൻ പറയുന്നു, സബദീപുത്രന്മാർ നേരിട്ട് വന്ന് ഈശോയോട് പറയുകയാണ്, എനിക്ക് നിൻ്റെ ഇടത്തും വലത്തും ഇരിക്കാനുള്ള അവകാശം തരണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം, അങ്ങനെയാണ് ഞങ്ങൾ നിന്നെ അനുഗമിക്കാം. അപ്പോൾ അവർക്ക് കാഴ്ചയില്ലാത്തവരാണ്. എന്താണ് ശിഷ്യത്വം എന്നുള്ള യാതൊരു കാഴ്ചയും അവർക്കില്ല. ഈശോയുടെ ശിഷ്യത്വത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. മത്തായി സുവിശേഷകൻ ഒരുപക്ഷേ ആ ശിഷ്യന്മാരെ അല്പം കൂടി വെള്ളപൂശിക്കൊണ്ടെന്ന നിലയിൽ പറയുകയാണ്, അമ്മയോടുകൂടി വന്നു, അവരെ അധികം വിഷമിപ്പിക്കട്ടെ എന്ന രീതിയിൽ. മർക്കോസ് സുവിശേഷൻ കൃത്യമായിട്ട് പറയുകയാണ്, അവർ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞു. എന്തായിരുന്നാലും ഈ 2 ശിഷ്യന്മാർ വന്നിട്ടുണ്ട്. അവരാണ് പറയുന്നത്, ഞങ്ങൾക്ക് ഇടത്തും വലത്തും ഇരിക്കാനുള്ള അവകാശം തരണം. അപ്പോൾ ഈശോ ചോദിച്ചു, നിങ്ങൾ പറയുന്നതും ചോദിക്കുന്നതും എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ മുങ്ങുന്ന മാമോദിസ മുങ്ങാനോ നിങ്ങൾക്ക് പറ്റുമോ? പിന്നെ ഞങ്ങൾക്ക് പറ്റും, ഞങ്ങൾ മുങ്ങിക്കോളാം, ഞങ്ങൾ കുടിച്ചോളാം. ഏതാണ്ട് കുടിക്കാൻ പോകുന്ന കാര്യമാണ് അവരോർത്തത്. എന്താ ഈശോ ഉദ്ദേശിച്ച മാമോദിസ എന്നോ എന്താണ് ആ പാനപാത്രമെന്നോ അവർക്ക് വ്യക്തമല്ല. സഹനത്തിൻ്റെ പാനപാത്രത്തെ കുറിച്ച്, തൻ്റെ പീഡാസഹനങ്ങളും മരണവും ഉത്ഥാനവുമാകുന്ന മാമോദിസയെക്കുറിച്ചൊക്കെയാണ് അവൻ പറയുന്നത്. അതൊക്കെ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുമ്പോഴും അവരുടെ മനസ്സിൽ കാണുന്നത് എന്താണ്? ഈ ഭൂമിയിലെ ഭൗതികമായ അധികാരങ്ങളും ഭൗതികമായ കസേരയും അങ്ങനെയുള്ള നേട്ടങ്ങളും മാത്രമാണ് അവരുടെ മുമ്പിലുള്ളത്. അവൻ്റെ കൂടെയുള്ള മറ്റു ശിഷ്യന്മാർക്ക് അവരോട് എതിർപ്പ് തോന്നി, അമർഷം തോന്നി. കാരണം അവരും അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് കൂടെ കൂടിയേക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മളൊക്കെ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോഴും വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോഴും ക്രിസ്ത്യാനികളായിട്ടൊക്കെ ജീവിക്കുമ്പോഴും ലോകത്തിൻ്റെ ഒരുപാട് സ്വാധീനങ്ങൾ നമുക്കില്ലേ? പണത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി എന്തെല്ലാം നമ്മൾ ചെയ്യുന്നു. പിലാത്തോസ് ആ വിധിവാചകം ഉച്ചരിച്ച്, തെറ്റായ വിധിവാചകം മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ഉച്ചരിച്ച് മിശിഹായെ ക്രൂശിക്കാനായിട്ട് വിട്ടുകൊടുത്തതിൻ്റെ പിറകിൽ അയാൾക്കുണ്ടായിരുന്നത് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു, തൻ്റെ കസേര ഉറപ്പിക്കുക. അത് ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ തൻ്റെ മനസാക്ഷി ബലി കൊടുത്തുകൊണ്ട് ആ വിധിവാചകം ഉച്ചരിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വിധിവാക്കങ്ങളിൽ നമ്മുടെ മനസാക്ഷി മുറിയുന്നില്ലേ? ദൈവസ്വരം നമ്മൾ നിരസിച്ചുകൊണ്ടില്ലേ പലപ്പോഴും പലരെയും വിധിക്കുന്നത്, കള്ളം പറയുന്നത്? എൻ്റെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടി, എൻ്റെ കസേര ഉറപ്പിക്കാൻ വേണ്ടി എൻ്റെ വാക്കിലൂടെ എത്രയോ ആളുകൾ മുറിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എത്രയോ ആളുകൾ മുറിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വാക്കിലൂടെ കൊല്ലപ്പെട്ടവർ തോക്കിലൂടെ കൊല്ലപ്പെട്ടവരെക്കാൾ എണ്ണത്തിൽ കൂടുതലാണെന്നാണ് പൊതുവെ പറയാറുള്ളത്. വാക്കിലൂടെ മുറിവേറ്റവർ തോക്കിലൂടെ കൊല്ലപ്പെട്ടവരെക്കാൾ കൂടുതലാണ്. ആ അന്ധൻ്റെ കഥയൊക്കെ ഓർക്കുന്നില്ലേ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത്? ഒരു എഴുത്തുകാരൻ എഴുതാനിരുന്നപ്പോൾ അയാളുടെ മുമ്പിലൂടെ സ്വന്തം പൂന്തോട്ടം ചവിട്ടി മെതിച്ചുകൊണ്ട് ഒരാൾ കടന്നു പോകുന്നു. വടി കൊണ്ട് തല്ലി ചെടികളൊക്കെ ഇല്ലെന്നാക്കുന്നു. അങ്ങനെ നശിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ഈ എഴുത്തുകാരന് വല്ലാതെ കോപം വന്നു. അയാൾ തൻ്റെ കയ്യിലുള്ള എഴുത്ത് പേപ്പറെല്ലാം പേനയും വലിച്ചെറിഞ്ഞിട്ട് കടന്നു ചെന്നിട്ട് ആ വഴിപോക്കനെ, തൻ്റെ പൂന്തോട്ടം നശിപ്പിക്കുന്ന വഴിപോക്കനെ തള്ളി താഴെയിട്ട് റോഡിലേക്ക് അയാൾ വീണപ്പോൾ അയാളുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണട അടർന്നു വീണു. അപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കുന്നത്, ഇയാൾ അന്ധനായിരുന്നു. ഒത്തിരി സങ്കടം തോന്നി. മാപ്പ്, അറിയാതെ ചെയ്തു പോയി, ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ മനുഷ്യന് കണ്ണട തിരിച്ചു കൊടുത്ത് വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. തിരിച്ചു വന്നിട്ട് എഴുത്തുകാരൻ തൻ്റെ കടലാസിൽ കുറിച്ചിടുന്നു, നിന്റെ പൂന്തോട്ടങ്ങൾ നശിപ്പിക്കുന്നവർ പലരും അന്ധന്മാരാണ്, അവരെ വിധിക്കരുതെന്ന്. നമ്മുടെ ജീവിതത്തിൻ്റെ പൂന്തോട്ടങ്ങൾ നശിപ്പിച്ച് എത്രയോ പേര് അന്ധന്മാരാണ്. നമ്മൾ എത്രയോ പേരെ വിധിച്ചു. അറിവില്ലായ്മ കൊണ്ട്, സ്വന്തം പരിമിതികൾ കൊണ്ട് ഒക്കെ ചെയ്തു പോയ തെറ്റുകൾ നിരുപാധികം ക്ഷമിക്കാൻ നമുക്ക് പറ്റണം. ആരെയും നമ്മൾ അന്യായമായിട്ട് വിധിക്കരുത്. നമ്മുടെ കുടുംബത്തിൽ തന്നെ ആദ്യം ഇതെല്ലാം ആരംഭിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, നമ്മുടെ സമൂഹത്തിലും ജോലിയിടങ്ങളിലും ഒക്കെയുള്ള മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകൾ, അവിടെയൊന്നും ആരെയും നമ്മൾ വിധിച്ച് മുറിപ്പെടുത്താതിരിക്കട്ടെ. സ്നേഹത്തോടുകൂടി കാണാനും കരുതാനും സാധിക്കുമ്പോഴേ പ്രകാശമുള്ളവരായി മാറുകയുള്ളൂ. വിശ്വാസമുള്ളവരായിട്ട് അപ്പോഴേ നമ്മൾ ജീവിക്കുകയുള്ളൂ. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്.
വിശ്വാസത്തിൻ്റെ തെളിമയിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. ഈ വിശ്വാസത്തിൻ്റെ പ്രകാശം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. എൻ്റെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി, എൻ്റെ കസേര ഉറപ്പിക്കാൻ വേണ്ടി, എൻ്റെ അധികാരം നിലനിർത്താൻ വേണ്ടി, എൻ്റെ ഇഷ്ടങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഞാൻ വേദനിപ്പിക്കുമ്പോൾ, മുറിപ്പെടുത്തുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ അവിടെയൊക്കെ വിശ്വാസത്തിൻ്റെ വെളിച്ചം എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ശരിയായൊരു വിശ്വാസ വെളിച്ചത്തിലേക്ക്, സ്നേഹത്തിൻ്റെ പ്രകാശത്തിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് പറ്റണം. വഴിയരികിലെ അന്ധനെ പോലെ കർത്താവെ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിന്നിട്ട് പറയും, മകനെ, മകളെ, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? കർത്താവെ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടണമേ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നിട്ട് കർത്താവിനെ നമുക്ക് അനുഗമിക്കാം. അപ്പോൾ നമുക്ക് യഥാർത്ഥ സമാധാനവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ പറ്റും. ശരിയായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ആനന്ദത്തിൽ ജീവിക്കാൻ പറ്റും. ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ശ്രദ്ധേയമായ അപ്പസ്തോലിക പ്രബോധനം ഉണ്ടല്ലോ, സുവിശേഷത്തിൻ്റെ ആനന്ദം, എവാങ്കലി ഗൗദിയം. സുവിശേഷത്തിലെ മെശിഹായെ കണ്ടുമുട്ടുമ്പോഴാണ്, കാഴ്ച കിട്ടുമ്പോഴാണ് ഈ ആനന്ദം അനുഭവിക്കാൻ പറ്റുക. അന്ധൻ കർത്താവിനെ കണ്ടുമുട്ടി, അയാൾ കണ്ണു തുറന്ന് കണ്ടത് കർത്താവിനെയല്ലേ. അയാളുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള സന്തോഷവും സമാധാനവും നിറയണമെങ്കിൽ, ശരിയായ ആനന്ദം അനുഭവിക്കാൻ പറ്റണമെങ്കിൽ കർത്താവിനെ കാണുവാനുള്ള കാഴ്ച എനിക്ക് കിട്ടണം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട് എൻ്റെ അപ്പസ്തോലിക പ്രബോധനത്തിൽ, ഈശോ മെശിഹായെ, സുവിശേഷത്തിലെ മെശിഹായെ കണ്ടുമുട്ടുന്നവർക്ക് ഒരിക്കലും അയാളുടെ സന്തോഷം നഷ്ടപ്പെടുന്നില്ല. ജീവിതത്തിൻ്റെ വിപരീതാനുഭവങ്ങളും കഷ്ടാനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും അയാളുടെ സന്തോഷം തല്ലിക്കെടുത്തുന്നില്ല. വിപരീതാനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് ജീവിതത്തിലുണ്ടാകും. പക്ഷേ കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ, സുവിശേഷത്തിലെ മെശിഹായെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജീവിക്കുന്ന വലിയൊരു ആനന്ദം അനുഭവിക്കാൻ പറ്റും. തിരുസഭയിലൂടെയാണ് നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടുന്നത്. സഭയിലാണല്ലോ നമ്മൾ വചനം സ്വീകരിക്കുന്നത്. സഭയിലൂടെ വചനം സ്വീകരിക്കുമ്പോൾ, സഭയുടെ കൂദാശകളിൽ പങ്കുചേരുമ്പോൾ, സർവ്വോപരി പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കുചേർന്നുകൊണ്ട് ഈശോ മിശിഹായെ കണ്ടുമുട്ടി ഹൃദയത്തിൽ അനുഭവിച്ചറിയുമ്പോഴാണ് ഈ യഥാർത്ഥ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കാണുവാൻ വേണ്ടി നമുക്ക് തീഷ്ണമായിട്ട് ദാഹിക്കാം. വിശ്വാസത്തിൽ വളരുവാൻ വേണ്ടി തീഷ്ണമായി പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ പാപം നിറഞ്ഞ അന്ധകാര നിബിഡമായ സാഹചര്യങ്ങളോട് വിട പറയാം. പുതിയതായിട്ടൊന്ന് തുടങ്ങി വെക്കാം. ജീവിതത്തിൻ്റെ പുറംകുപ്പായങ്ങൾ, ഈ അന്ധൻ പുറംകുപ്പായം വലിച്ചെറിഞ്ഞുകൊണ്ടാണ് കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ഈശോ നിന്നെ വിളിക്കുന്നെന്ന് പറയുമ്പം അവൻ തൻ്റെ പുറംകുപ്പായം വലിച്ചെറിഞ്ഞിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരിക. അത് ഒരു പ്രതീകാത്മകമായ ഒരു ആവിഷ്കാരം കൂടിയാണ്. പാപത്തിൻ്റെ പുറംകുപ്പായങ്ങൾ, അവനെ തിന്മയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളുടെ പുറംകുപ്പായങ്ങൾ, വക്രതയുടെ പുറംകുപ്പായങ്ങൾ, ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് കർത്താവിനെ കാണാൻ വേണ്ടി അയാൾ താല്പര്യപൂർവ്വം അടുത്തേക്ക് ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ എല്ലാ പുറംകുപ്പായങ്ങളും ഭാരങ്ങളും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട്, കർത്താവെ, എനിക്ക് നിന്നെ കാണണം, നിൻ്റെ സഭയിലൂടെ എനിക്ക് നിന്നെ കാണണം, നിൻ്റെ വചനത്തിൽ എനിക്ക് നിന്നെ കാണണം, നിൻ്റെ കൂദാശകളിൽ എനിക്ക് നിന്നെ കാണണം, പരിശുദ്ധ കുർബാനയിൽ എനിക്ക് നിന്നെ കണ്ട് അനുഭവിക്കണം. ഈ ദാഹത്തോടു കൂടി നമുക്കായിരിക്കാം പ്രിയപ്പെട്ടവരെ. ഈ ധ്യാനത്തിൻ്റെ 2-ാം ദിവസം ഈശോയെ കാണുവാനുള്ള തീവ്രമായ ദാഹത്തോടുകൂടി, പാപത്തോട് വിട പറഞ്ഞുകൊണ്ട്, പാപത്തിൻ്റെ സാഹചര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, പാദങ്ങളിൽ പറ്റിപ്പിടിച്ച തിന്മയുടെ എല്ലാ അഴുക്കുകളും ഉപേക്ഷിച്ചുകൊണ്ട്, ആ പാപത്തിൻ്റെ പാതകങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നമുക്കൊരുങ്ങാം. കർത്താവിനെ കാണാൻ വേണ്ടി നമുക്കൊരുങ്ങാം. അവിടുത്തെ തിരുമുമ്പിലേക്ക് സാവധാനം അടുത്തു വരാം. ശാന്തമായി കണ്ണുകളടച്ച് തിരുമുമ്പിൽ നമുക്കായിരിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ നിന്നെ തിരിച്ചറിയട്ടെ. ഞങ്ങൾ പാപികളാണ്, അന്ധരാണ്, പാപത്തിൻ്റെ പുറംകുപ്പായം ധരിച്ചവരാണ്, സ്നേഹശൂന്യതയിൽ പാപത്തിൻ്റെ ഇരുട്ടിൽ ജീവിക്കുന്നവരാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ വെളിച്ചം ആഴത്തിൽ നൽകണമേ. മാമോദീസായിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച വലിയ വിശ്വാസത്തിൻ്റെ വെളിച്ചം ഞങ്ങൾക്ക് കൈവിട്ടുപോയി, കൈമോശം വന്നുപോയി. ഞങ്ങളുടെ സ്വാർത്ഥവും വ്യക്തി താല്പര്യങ്ങളും തിന്മയുടെ ആകർഷണങ്ങളുമൊക്കെ ഞങ്ങളിൽ വല്ലാതെ പ്രതിസന്ധികളുണ്ടാക്കി. പാപം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഇരുട്ട് പരത്തി. വെളിച്ചം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൻ്റെ പ്രകാശത്തിലേക്ക് കടന്നു വരാൻ, പങ്കുവയ്ക്കുന്ന അരുവിയിലേക്കും കൃപയിലേക്കും കടന്നു വരാൻ, അങ്ങനെ സുവിശേഷത്തിൻ്റെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ നല്ല ഈശോയെ ഞങ്ങളെ അനുഗ്രഹിച്ചാലും അങ്ങേ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, മാർത്തോമാ ശ്ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെയായിരിക്കുന്ന അതിവിശുദ്ധമായ നിമിഷമാണിത്. ഇതാ നമ്മുടെ ദൈവം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി നമ്മളെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിൻ്റെ വിശുദ്ധ നിമിഷം. സങ്കീർത്തന പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. സഹോദരങ്ങളെ, നമുക്ക് കണ്ണു തുറന്ന് കർത്താവിനെ നോക്കാം. ഏതൊക്കെ വ്യക്തികൾ വിശ്വാസത്തോടെ കർത്താവിനെ നോക്കിയിട്ടുണ്ടോ, ഏതൊക്കെ വ്യക്തികൾ വിശ്വാസത്തോടെ കർത്താവിൻ്റെ പക്കൽ നിലവിളിച്ചപേക്ഷിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവം വലിയ അനുഗ്രഹം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ തന്നെയല്ല, ഇവിടെ സ്വർഗം മുഴുവൻ ഇവിടെ സന്നിഹിതമാണ്. എവിടെ ദൈവികാരുണ്യ ആരാധനകൾ നടക്കുന്നോ അവിടെ സ്വർഗം മുഴുവൻ സന്നിഹിതമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ യെശയ്യായ്ക്കുണ്ടായൊരു ദർശനത്തെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. കർത്താവ് ഉന്നതമായൊരു സിംഹാസനത്തിൽ ഭവിഷ്ഠനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു. അവിടുത്തെ ചുറ്റും സറാഫുകൾ നിന്നിരുന്നു. അവ ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ. സഹോദരങ്ങളെ, ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്ന സ്വർഗവാസികളോട് ചേർന്ന് ഭൂവാസികളായ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ആ ത്രിത്വൈക ദൈവത്തെ പാടി സ്തുതിക്കാം. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും
ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. യേശുവേ നാഥ, യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. പാവനാത്മാവേ, പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് സകല വിശുദ്ധരോടും ചേർന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഏറ്റവും സ്വസ്ഥമായിട്ടിരിക്കാം. കണ്ണു തുറന്ന് കർത്താവിനെ തന്നെ നോക്കി ഈശോയോട് നമുക്ക് സ്നേഹത്തോടെ സംസാരിക്കാം. വിശ്വാസത്തോടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ ജെറീക്കോയിലൂടെ കടന്നു പോകുമ്പോൾ തിമയുടെ പുത്രനായ ബർത്തമിയൂസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. യേശുവാണ് അതുവഴി കടന്നു പോകുന്നത് എന്ന് അവൻ അറിഞ്ഞു. അവൻ സ്വരമുയർത്തി വിളിച്ചു, യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. ചുറ്റും നിന്നിരുന്ന ജനസഞ്ചയം അവനോട് പറഞ്ഞു, നീ മിണ്ടാതിരിക്കുക. അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു, യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. സഹോദരങ്ങളെ, അവന് ഭിക്ഷ നൽകിയിരുന്ന ജനക്കൂട്ടം അത്. ആ ജനക്കൂട്ടത്തെക്കാൾ അധികമായിട്ട് അവൻ ഈശോയെ സ്നേഹിച്ചു. അവൻ തിരിച്ചറിയുകയാണ്, എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം ഈശോ മാത്രമാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ വേദനകൾക്കും പരിഹാരം ഈശോ മാത്രമാണ്. ഇന്ന് വളരെയേറെ ഹൃദയഭാരങ്ങളുമായിട്ടല്ലേ നമ്മളിവിടെ ആയിരിക്കുക? ഒത്തിരിയേറെ വേദനകൾ നമുക്കില്ലേ? നമ്മുടെ ജീവിതത്തിലെ അന്ധകാരം നിറഞ്ഞ എല്ലാ അവസ്ഥയിലും പ്രകാശം തരുവാനുള്ള ഏക ആശ്രയം ഈശോയുടെ നാമം മാത്രം.
നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നമുക്കറിയാവുന്ന ആ ഗാനമില്ലേ, യേശുനാമം എൻ്റെ ആശ്രയം, ആശയറ്റ നേരത്ത് എൻ്റെ ആലംബം, യേശുവിൻ്റെ നാമം മാത്രം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി പാടി പ്രാർത്ഥിക്കാം. കണ്ണുകൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തി ഈ ആഗ്രഹത്തോടെ പാടാം. ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം, നിൻ വചനമാരി തൂരി എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമം എൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം, നിൻ വചനമാരി തൂരി എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബത്സയിദാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എൻ്റെ മോചകാ. ബത്സയിദാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എൻ്റെ മോചകാ. സഹോദരങ്ങളെ, ബർത്തമേയൂസിന് തിരിച്ചറിവുണ്ടായി. എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം ഈശോ മാത്രമാണെന്ന് അവന് തിരിച്ചറിവുണ്ടായി. ബാക്കിയുള്ളവരെ മിണ്ടാതിരിക്കാൻ പറയുമ്പോഴും വലിയ ആഗ്രഹത്തോടെ ശക്തമായ വിശ്വാസത്തോടെ അവൻ നിലവിളിച്ചു. ജനക്കൂട്ടത്തിന് അവൻ്റെ സ്വരം അസ്വസ്ഥതയുണ്ടാക്കിയെങ്കിൽ അവൻ വിശ്വാസത്തോടെ വിളിച്ചപ്പോൾ ഈശോ അവൻ്റെ സ്വരം കേട്ടു. വചനത്തിൽ നമ്മൾ എങ്ങനെ വായിക്കുകയാണ്? യേശു അവിടെ നിന്നു, അവനെ വിളിക്കാൻ പറഞ്ഞു. അതെ, യേശു അവിടെ നിന്നു, അവനെ വിളിക്കാൻ പറഞ്ഞു. ഇന്നിതാ ഈ പരിശുദ്ധമായ അൾത്താരയിൽ, ഈ തിരുവരുളിക്കയിൽ യേശു നിന്നെ അനുഗ്രഹിക്കാൻ, അല്ല നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി, നമ്മുടെ വേദനകൾ ഏറ്റെടുക്കാൻ വേണ്ടി, നമ്മുടെ കണ്ണുനീരപ്പാൻ വേണ്ടി ഇതാ ഈ തിരുവരുളിക്കയിൽ സന്നിഹിതനായിരിക്കുന്നു. യേശു അവിടെ നിന്നു, അവനെ വിളിക്കാൻ പറഞ്ഞു. അവൻ ഓടി യേശുവിൻ്റെ അടുക്കലെത്തുമ്പോൾ ഈശോ അവനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാ നീ ആഗ്രഹിക്കുന്നേ? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാ നീ ആഗ്രഹിക്കുന്നേ? സഹോദരങ്ങളെ, ഇന്ന് ഈശോ നമ്മളോടും ചോദിക്കുന്ന ഇതേ ചോദ്യമാണ്. മക്കളെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാ നീ ആഗ്രഹിക്കുന്നേ? സഹോദരങ്ങളെ, നമുക്ക് ഈശോയോട് പറയാം. അവിടുന്ന് നമ്മുടെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. നമ്മുടെ കണ്ണുനീർ കണങ്ങി കുപ്പി ശേഖരിച്ചവനാണ് നമ്മുടെ ഈശോ. അവൻ ഇന്ന് എന്നോട് ചോദിക്കുകയാ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നേ? നമുക്ക് ഈശോയുടെ പക്കലേക്ക് നമ്മുടെ എല്ലാ അവസ്ഥകളും പറയാം, നമ്മുടെ എല്ലാ വേദനകളും പറയാം. നിന്റെ ആകുലതകളും ഉത്കണ്ഠകളും എനിക്ക് താ, ഞാൻ നിന്റെ കാര്യങ്ങൾ ശ്രദ്ധാലുവാണ്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ കുടുംബത്തെ, ദൈവം ഇണയും തുണയുമായി നൽകിയ എൻ്റെ ജീവിത പങ്കാളിയെ ഈശോയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കാം. യേശുവേ, എൻ്റെ കുടുംബത്തെയും എൻ്റെ ജീവിത പങ്കാളിയെയും അനുഗ്രഹിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ഈശോയുടെ പക്കലേക്ക് നമുക്ക് സമർപ്പിച്ച് പാടി പ്രാർത്ഥിക്കാം. നാഥാ, സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. കർത്താവ് നൽകിയ ദാനങ്ങളായ എൻ്റെ മക്കളെ സമർപ്പിക്കാം. മക്കളുടെ സ്വഭാവ വൈകല്യങ്ങൾ, അവരുടെ ജീവിതത്തിൻ്റെതായ എല്ലാ അവസ്ഥകളും, പഠന മേഖലകൾ, ജോലി മേഖലകൾ, വിവാഹ തടസ്സങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ മക്കളെ കർത്താവ് തന്നതാണ്.
കർത്താവ് തന്ന മക്കളെ പൂർണ്ണമായും അന്ധകാരത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരുവാൻ മക്കളെ പൂർണ്ണമായും ഈശോയ്ക്ക് സമർപ്പിച്ചൊന്ന് പാടി പ്രാർത്ഥിക്കാമോ? നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നിന്റെ ആത്മീയ ഭൗതിക മേഖലകൾ, നിന്റെ കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥകൾ, സാമ്പത്തിക മേഖലയിലെ ഞെരുക്കങ്ങൾ, കുടുംബത്തിലെ പ്രതിസന്ധികൾ ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ഏതൊക്കെ വ്യക്തികൾ തങ്ങളെയും തങ്ങൾക്കുള്ളതും പൂർണ്ണമായി ഈശോയുടെ പക്കലേക്ക് സമർപ്പിച്ചിട്ടുണ്ടോ അവരെയൊക്കെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചിട്ടുണ്ട്. നീ നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ പൂർണ്ണമായും തിരുവരളിക്കയിൽ തിരുവോസ്തിരൂപനായി നമ്മുടെ മുന്നിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയുടെ പക്കലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് സമർപ്പിച്ച് പാടി പ്രാർത്ഥിക്കാം. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഇനിയുള്ള സമയത്ത് നമുക്ക് മുട്ടുമേൽ നിൽക്കാം. ഈശോയുടെ മുമ്പിൽ മുട്ടുമേൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോ അവനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് ഓടി യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്ന ബർത്തമിയൂസ്. സഹോദരങ്ങളെ, അവൻ്റെ ജീവിതത്തിൻ്റെ പുറങ്കുപ്പായം അവൻ ദൂരെ എറിഞ്ഞു. യേശുവിന് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും വ്യക്തിപരമായ അവസ്ഥകളും പ്രവർത്തിക്കണമെങ്കിൽ ചില ഉപേക്ഷിക്കലുകൾ നടത്തണം. വിശുദ്ധ വചനത്തിൽ കർത്താവ് അനുഗ്രഹിച്ച വ്യക്തികളൊക്കെ, കർത്താവിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കിയ വ്യക്തികളൊക്കെ ഈ ഉപേക്ഷിക്കലുകൾ നടത്തിയ വ്യക്തികളാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നലത്തെ വഴികൾ നല്ലതല്ലാത്തതായിരിക്കാം. ഇന്നലത്തെ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ കർത്താവിനെ വിട്ടിട്ടുള്ള ഓട്ടമായിരിക്കാം. നീ കർത്താവിൻ്റെ പക്കലേക്ക് അവയൊക്കെ ഒന്ന് സമർപ്പിച്ചേ. ആരും കാണുന്നില്ല എന്ന് കരുതി നീ സഞ്ചരിച്ച ചില വഴികൾ, ആ അന്ധകാരത്തിൻ്റെ വഴികൾ കർത്താവ് നിന്നോട് പറയുന്നു നീ ഉപേക്ഷിക്കാൻ. അന്ധകാരത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് വെളിച്ചത്തിൻ്റെ മക്കളായി വ്യാപരിക്കാൻ ഈശോ നമ്മളോട് പറയുകയാണ്. ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും: നിന്റെ പ്രവൃത്തികൾ ഭിത്തിയിൽ നിന്ന് കല്ല് വിളിച്ചു പറയും, മേൽക്കൂരയിൽ നിന്ന് തുലാം വിളിച്ചു പറയും. കർത്താവ് എല്ലാം കാണുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും, കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യൻ്റേതിനേക്കാൾ 10,000 മടങ്ങ് ശക്തിയുള്ളതാണ്. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും കാണുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവ് കാണുന്നുണ്ടെല്ലാം. കർത്താവിൻ്റെ മുമ്പിൽ യാതൊന്നിനും മറഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല, യാതൊന്നിനും മറച്ചു വയ്ക്കാൻ സാധിക്കുകയില്ല. ഇന്നലത്തെ നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളതല്ല കർത്താവ് നോക്കുന്നത്. ഇന്നു മുതൽ നീ ഒരു പുതിയ വ്യക്തിയായി തീരണം. പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. രാത്രി കഴിയാറായി, പകൽ ആരംഭിച്ചു. അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ഉപേക്ഷിച്ച് പകലിന് യോജിച്ച വിധത്തിൽ നമുക്ക് നടക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം: വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിന്റെ പാപം കടിഞ്ചുമപ്പാണെങ്കിലും മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കും, രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കും. അതേ സഹോദരങ്ങളെ, നമുക്ക് ഈ സമയത്ത് അനുദപിക്കാം. കർത്താവേ, ഞാൻ ഈ ലോകത്തിൻ്റെ വഴിയിലൂടെ ഒത്തിരി ഓടുകയായിരുന്നു, ജഡത്തിൻ്റെ വഴിയിലൂടെ ഒത്തിരി ഓടുകയായിരുന്നു. ഇതാ പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോട് ഉരിഞ്ഞു കളഞ്ഞ് ലോകത്തിൻ്റെ പ്രകാശമായ നിത്യജീവൻ്റെ വറ്റാത്തിയുറവയായ നിന്നിലേക്ക് ഞാൻ അടുത്തു വരുന്നു. നീ എന്നെ അനുഗ്രഹിക്കണം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങളെ ഓർത്ത്
ക്രിസ്തുവിനെ ഉപേക്ഷിച്ചു പോയ അവസ്ഥകളെ ഓർത്ത് പൂർണ്ണമായും അനുദപിച്ചു. ഈശോയെ, തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. ആഗ്രഹിച്ച് നമുക്കെല്ലാവർക്കും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. തിരുരക്തത്താൽ എന്നെ വിശുദ്ധീകരിക്കണേ ഈശോയെ എന്ന്. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമേ എന്നെ പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമേ എന്നെ പൊന്നു കർത്താവേ. ഈശോ നമ്മളെ ആശീർവദിക്കുന്ന നിമിഷമായത്. നമ്മുടെ എല്ലാ പാപങ്ങളും, നമ്മുടെ എല്ലാ രോഗങ്ങളും, നമ്മുടെ എല്ലാ അനർത്ഥങ്ങളും പൂർണ്ണമായും ഏറ്റെടുത്ത് നമ്മളെ അനുഗ്രഹിക്കുന്ന ഈശോയുടെ ആശീർവാദം ഏറ്റവും ഒരുക്കത്തോടെ, വലിയ സന്തോഷത്തോടെ, ലോകത്തിൻ്റെ പ്രകാശമായ ഈശോ നമ്മളെ ആശീർവദിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷത്തോടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമൊഴി നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. ദിവ്യശരീരം മാനവനായി നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ, ദിവ്യനിണത്താൽ പാവികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ, നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂകണമേ വത്സരസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.